Hi friends, Taste of your choice like എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എൻ്റെ പേര് അൻസിൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കൊഞ്ചിൻ്റെ ചമ്മന്തിപ്പൊടി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ള റെസിപ്പിയുമായിട്ടാണ്. അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിപ്പൊടിയാണ്. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതിനു മുന്നേ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടൊരു ബെല്ലൈക്കൺ കൂടി വരും. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് ഈ ചമ്മന്തിപ്പൊടി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് വറ്റൽമുളകാണ്. അതൊരു 7 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി ഒരു മീഡിയം സൈസ് 3 കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ കുറച്ചുകൂടി കൂടുതൽ നമ്മൾ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണ്ടത് ചുമന്നുള്ളി ഒരു 20 അല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പുളിയാണ്. വാളം പുളി ഒരു 3 അല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഇത് നാരകത്തിൻ്റെ ഇലയാണ്. ഇത് നമ്മൾ കറിവേപ്പിലേക്ക് ഇടുന്ന പോലെ തന്നെ അതിനകത്ത് ഇടുമ്പം നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ കരിയാപ്പില ആവശ്യത്തിനിടുക. ഞാനിതിൻ്റെ കൊഞ്ചെടുത്തിട്ടുണ്ട്. ഉണക്ക് കൊഞ്ചാണ്. ഇതിൻ്റെ വറുത്ത് ഇതിൻ്റെ തലയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കൊന്ന് കഴുകിയെടുക്കണം. 100 ഗ്രാം കൊഞ്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇതിനി നമ്മൾ വെള്ളത്തിനകത്തൊന്ന് ജസ്റ്റ് കഴുകിയിട്ടാണ് നമ്മളിതൊന്ന് വറുത്തെടുക്കും. അത് കൊണ്ടുവന്ന സമയത്ത് വറുത്തെടുത്തിട്ടാണ് നമ്മളിതിൻ്റെ തലയൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കി വെച്ചിരിക്കുമായിരുന്നു. ഇനി നമുക്ക് ഈ തേങ്ങ ഒരു പാനിനകത്തോട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. പിന്നെ നമ്മൾ ഈ തേങ്ങ വറുക്കുമ്പോൾ ഒരുപാട് ചിലപ്പം ഇതിപ്പം തിരുമ്മി എടുത്തേക്കുന്ന എല്ലാം ഏകദേശം ഒരുപോലൊക്കെ തന്നെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഒരേ രീതിയിൽ തന്നെ ഇത് മൂത്ത് വരും ഈ തേങ്ങ. പക്ഷെ ചിലപ്പോൾ നമ്മൾ തേങ്ങ തിരുമുന്ന സമയത്ത് വലിയ പീസായിട്ട് വീഴുക അല്ലേ, അടന്നൊക്കെ പോവുകയൊക്കെ ചെയ്യും. അപ്പം അത് പലതായിട്ട് കിടക്കുമ്പോൾ മൂത്ത് വരാൻ ഭയങ്കര താമസം. അപ്പം നമ്മൾ ജസ്റ്റ് ഇതുപോലൊന്ന് വെള്ളം വറ്റിച്ച ശേഷം മിക്സിയിലിട്ട് ഒന്നടിച്ചിട്ട് പിന്നെ നമ്മൾ മൂപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് ഒരേ രീതിയിൽ മൂത്ത് വരും. ഇപ്പം ഇതിനകത്ത് പൊടിച്ചെടുക്കാനും മാത്രം ഒന്നുമില്ല, എല്ലാം ഒരേപോലെ കിടക്കുന്നത് കൊണ്ട് പെട്ടെന്ന് മൂപ്പിച്ചെടുക്കാൻ പറ്റും നമുക്ക്. ഇതിലേക്ക് ഞാനിപ്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, വറ്റൽമുളക്, അതുപോലെ ചുവന്നുള്ളി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാം കൂടെ അരിഞ്ഞ് നമ്മളിപ്പോൾ ഇതിനകത്തോട്ടിട്ട് ഇതുകൂടെ നമുക്ക് ഇതിനകത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അത്യാവശ്യം ഒന്ന് ഇത് മൂത്ത് വരണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് ഒരേപോലെ എല്ലാ ഭാഗവും മൂത്ത് വന്നെങ്കിലേ ഉള്ളൂ അത് തേങ്ങയൊക്കെ നന്നായിട്ട് വരത്തുള്ളൂ. അപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ മൂത്ത് വരണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിപ്പം എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വെക്കേണ്ടത് ഒരു ഉരുളിയാണ്. ഇനി നമുക്ക് ഉരുളിയിലാണ് ഇത് ചെയ്തെടുക്കാം. നമുക്ക് അതിനായിട്ടാണെങ്കിൽ എടുത്ത് വെച്ചിരിക്കുന്നത്, അതായത് കഴുകി എടുത്തതാണ്. കഴുകി എടുത്ത കൊഞ്ച് നമുക്കിതിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ചെടുക്കണം. മൂപ്പിക്കണം. ഇതിനെയും ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുത്തിട്ട് അതായത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ട് നമുക്ക് മറ്റേ തേങ്ങയുടെ കൂട്ടുകൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ആ വെള്ളം ഒന്ന് വറ്റി കഴിഞ്ഞിട്ട് തേങ്ങായും കൂടി ഇട്ട് നമുക്കിനി ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പം കൊഞ്ചും തേങ്ങായും എല്ലാം കൂടെ കിടന്ന് ഇനി നന്നായിട്ട് മൂക്കണം. എങ്കിലേ ആ കൊഞ്ചിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആ തേങ്ങയ്ക്കകത്തോട്ടൊക്കെ ഒന്ന് വരത്തുള്ളൂ. ഇപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങായും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങയ്ക്കകത്ത് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, വറ്റൽമുളക് ഇത്രയാണ് ഇട്ടേക്കുന്നത്. എന്നിട്ട് ഇനിയും നന്നായിട്ട് മൂപ്പിച്ച് കൊഞ്ചും അതുപോലെ തന്നെ തേങ്ങായും എല്ലാം നന്നായിട്ട് മുരിഞ്ഞു വരണം. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഗോൾഡൻ ബ്രൗൺ നിറമൊക്കെ ആയിട്ടുണ്ട് തേങ്ങ. ഇതിലേക്ക് നമുക്കിനി കറിവേപ്പിലയും അതുപോലെ തന്നെ നാരകത്തിൻ്റെ ഇലയും ചേർത്ത് കൊടുക്കാം. നാരകത്തിൻ്റെ ഇല ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. വേറൊരു ടേസ്റ്റാണ്. ഇതുകൂടെയൊക്കെ ചേർത്ത് നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ. അപ്പം നമുക്കിത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ
കുരുമുളക് ചതച്ചതൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് ഇളക്കി. ഇനി ഒരു ചെറുതായിട്ടൊന്നൊരു ബ്രൗൺ നിറം ആവുന്നത് വരെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഇതായതാണ്, എന്നാലും ആ ചൂടത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് കുരുമുളക് ചതച്ചതൊക്കെ ഇട്ട് കൊടുത്തതായതുകൊണ്ട് നമുക്കൊന്നുകൂടെ ഒന്ന് എടുക്കാം. ഇനി ഇത് ഒന്ന് മൂത്തതിന് ശേഷം ഞാനിതിപ്പോൾ ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാൻ പോവുകയാണ്. ആ ചൂടോട് തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ആ ചൂടത്ത് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു കളറൊക്കെ വരാൻ വേണ്ടി മാത്രമാണ്, ഒത്തിരി മൂപ്പിക്കേണ്ട ആവശ്യമില്ല ഇത്. ഇനിയിപ്പം ആയിട്ടുണ്ട്. ഇനി ഞാൻ മിക്സിയുടെ ജാർ എടുക്കുന്നു. ജാർ എടുത്തിട്ട് അതിലേക്ക് വറ്റൽമുളക്, ഇതിനകത്ത് നമ്മൾ മൂപ്പിച്ച വറ്റൽമുളകും അതുപോലെ പുളിയും ഉപ്പും കൂടെ ചേർത്ത് അത് മാത്രം ഒന്ന് പൊടിച്ചെടുക്കാൻ പോവുകയാണ്. ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ പുളി എല്ലാത്തിനകത്തൂടെ പുളി ചേർക്കുമ്പോൾ മൊത്തത്തിൽ അത് പൊടിഞ്ഞ് വരാൻ പാടായിരിക്കും. അപ്പോൾ ഇത് മൂന്നുകൂടെ നമുക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. നിങ്ങൾ മൊത്തത്തിലിട്ട് പൊടിക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം, അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പം അത് ഞാൻ പൊടിച്ച് നമ്മുടെ ഈ മിക്സിനകത്തോട്ട് മൊത്തത്തിൽ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫുള്ളായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം മിക്സിയുടെ ജാറിലോട്ട് ഞാനൊരു 3-4 ചെറിയുള്ളി ഇട്ടിട്ടുണ്ട്. ചെറിയുള്ളി ഇടുന്നത് നമ്മുടെ ഈ ചമ്മന്തി നമ്മൾ പൊടിക്കുന്ന സമയത്ത് അടിയിലൊന്നും കുഴഞ്ഞിരിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്കെല്ലാം ഈ മിക്സ് മൊത്തത്തിൽ ഒന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ മൊത്തം പൊടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല സൂപ്പർ ഒരു കൊഞ്ച് ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ചമ്മന്തിപ്പൊടിയാണ്, ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഇത് ഈ ഒരു ചമ്മന്തിപ്പൊടി മാത്രം മതി ചോറിൻ്റെ കൂടെ കഴിക്കാൻ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് എന്നെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ.